പൊന്നോ അച്ഛമ്മ ചാഞ്ചിയാ ഏ പൊന്നു ഒക്കുവാകാൻ പോണ ചോ കുറേ നേരമായിട്ട് മമ്മി അവിടെയൊക്കെ അടുക്കി ഒതുക്കണമായിരുന്നു. അയ്യോ മേസ്തിരിമാരെ കുറേയൊക്കെ മുകളിൽ ഒരു അലമാരിയൊക്കെ കൊണ്ടുവന്നപ്പോൾ വാതിൽ പിടിപ്പിച്ചിട്ട് അവിടെയൊക്കെ ചെത്തിയിട്ട് ആകെ പണിയിലായിരുന്നു കേട്ടോ. കുറേ നേരം ഇവന് ഫുഡ് കൊടുത്തിട്ട് കാണാനില്ല. ഇവനെല്ലാം തുടച്ചൊക്കെ കൊടുത്തു. മോള് കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിച്ചിട്ടൊക്കെ വന്നു. ടിഷ്യൂ പേപ്പറായിട്ടൊക്കെ തുടച്ചു കൊടുത്തിട്ട് ആളെ കാണാനില്ല. ഇവിടെ ചാഞ്ചനാണോ നിങ്ങൾ? ഇന്നിത്തിരി തണുപ്പ് കുറവുണ്ട് കേട്ടോ. ചാഞ്ചിന്നാണോ നിങ്ങൾ ചാഞ്ചിന്നോ? നിങ്ങൾ ചാഞ്ചിന്നോ? നല്ല ഡിസിപ്ലിനാണ് കേട്ടോ. നല്ല ഡിസിപ്ലിനായ കൊച്ചാണ്. പാവം അവനറിയാം. അവന് ഓരോ സാഹചര്യങ്ങൾ നന്നായിട്ട് അറിയാം. മമ്മിക്ക് പണിയുണ്ട്, അതുപോലെ ലേബേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവന് നന്നായിട്ട് അറിയാം. അവൻ റൂമിൽ ഇരുന്നോളൂ, ഒരു ശല്യവും ഇല്ലാതെ. ലേബേഴ്സ് അകത്ത് പണിയെടുക്കുന്നു, മുകളിൽ പണിയെടുക്കുന്നു. അവനെ പേടിയാണ് എല്ലാവർക്കും. അതുകൊണ്ട് കുഞ്ഞ് അതിൻ്റേതായ ആ സിറ്റുവേഷനിലൊക്കെ ഓരോരോ അറ്റ്മോസ്ഫിയറിൽ അവന് നിൽക്കാനൊക്കെ അറിയാം കേട്ടോ. അപ്പം എനിക്ക് പണിയാണെന്ന് അറിഞ്ഞപ്പോൾ കുറേ നേരമൊക്കെ എൻ്റെ പിറകെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ ചാഞ്ചക്ക ഇവിടെ വന്ന് ചാഞ്ചുന്നു. പാവം ചാഞ്ചട്ടെ, നല്ല മോൻ. എന്നാൽ അവന് മെഡിസിനും ബിസ്ക്കറ്റൊക്കെ മേടിക്കാൻ പോകണമായിരുന്നു. കടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ ബിസ്ക്കറ്റൊക്കെ വന്നു. പക്ഷെ പോയില്ല. പോകാമെന്ന് 7 മണിക്ക് വിചാരിച്ചിട്ട് നടന്നില്ല. ഇനി നാളെ പോവാം. നാളെയും പോകാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവരോട് ഹോം ഡെലിവറി ചെയ്യാൻ പറയണം, അല്ലാതെ പറ്റത്തില്ല. അങ്ങനെ കൊച്ചിനെ കുറേ നേരമായിട്ട് കാണാനില്ല. ഇവിടെ ചാഞ്ചക്കം.